السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിനെ സദാ സൂക്ഷിച്ച് പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മരണം വരെ തഖ്വ പരിപാലിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാനും തഖ്വയോടുകൂടെ മുത്തഖികളായി ഈ ലോകത്തോട് വിട പറയാനും മുത്തഖികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം ഇതുപോലെ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നുമായി അല്പം ചില കാര്യങ്ങളാണ് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തണമെന്ന് ഉദ്ദേശിക്കുന്നത്. പരീക്ഷണം എന്നത് ഒരു മനുഷ്യൻ്റെ, വിശിഷ്യ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പായിട്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്.
ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, നമ്മ ഓരോരുത്തരെയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതു തന്നെ, നമുക്കറിയാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച് മരിക്കുന്നത് വരെയുള്ള ഒരു കാലയളവാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിന്റെ, നമ്മുടെ ഈ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ജനനവും, ആ ജീവിതത്തിന്റെ, ദുനിയാവിലെ ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് മരണവുമാണ്. എന്തിനാണ് ആ രണ്ട് പ്രതിഭാസങ്ങളെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ പറ്റി പറയുന്നിടത്ത് അല്ലാഹു പറയാണ്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആധിപത്യം ഏതൊരുത്തന്റെ കയ്യിലാണോ അവൻ ഏറെ ബറക്കത്തുള്ളവനായിട്ടുണ്ട്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ശക്തനാണ്. ഇങ്ങനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സവിശേഷതകളെ പറ്റി, വിശേഷണങ്ങളെ പറ്റി പറഞ്ഞപ്പോ രണ്ടാമതായിട്ടല്ല പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ആരാണോ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത്, ജീവിതമെന്ന് പ്രതിഭാസമാകുന്ന ഒരു മനുഷ്യ ജീവിതത്തിന്റെ തുടക്കത്തെ, മരണമാകുന്ന ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ അവസാനത്തെ സൃഷ്ടിച്ചവനാരാണോ അവനാണ് അല്ലാഹ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും അവൻ സംവിധാനിച്ചത് തന്നെ ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമലാ, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ പ്രതാപശാലിയാണ്, ഇസ്സത്തുള്ളവനാണ്, അതുപോലെ തന്നെ ഏറെ മാപ്പ് നൽകുന്ന, പൊറുക്കുന്നവനുമാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയാൻ അള്ളാഹിനെ പരിചയപ്പെടുത്താണ്, നേർക്ക് നേരെ അള്ളാഹ് എന്ന് പറയാതെ. ആധിപത്യം ആരുടെ കയ്യിലാണോ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനായ ആ അള്ളാഹ് ബറക്കത്തുള്ളവനായിട്ടുണ്ട്. ജീവിതം മരണം എന്ന രണ്ട് പ്രതിഭാസങ്ങൾ, അത് അള്ളാഹുവിന്റെ നിർമ്മിതിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, റബ്ബിന്റെ സംവിധാനമാണ്. എന്തിന്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ. ഞാനിത് പറഞ്ഞത് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചതു തന്നെ, ജീവിത മരണത്തിന്റെ ഇടയ്ക്കുള്ള ഈ കാലയളവ് തന്നെ നമ്മെ പരീക്ഷിക്കാനാണ്. അപ്പൊ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷിക്കാനാണ് അള്ളാഹു ഈ ജീവിതം തന്നത്, ടെസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റിംഗ് പീരീഡാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. എന്താ ടെസ്റ്റിംഗ്? എന്താ? അയ്യുക്കും അഹ്സനു അമലൻ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി, ഏറ്റവും മികച്ച രൂപത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ആരാണ്, പ്രവർത്തിക്കുന്നത് ആരാണ് എന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ട പ്രയോഗമാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്നല്ല, ഏറ്റവും നന്നായി മികച്ച പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ചില ഡിഗ്രി തലത്തിലൊക്കെ ഫൈനൽ ഇയർ സ്റ്റുഡൻസുകൾ, നമ്മുടെ കോളേജിലൊക്കെ ഡിഗ്രി ഫൈനൽ കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. എന്താണ് പരീക്ഷ എന്ന് പറയുന്നത്? ജൂൺ മുതൽ മാർച്ച് വരെയുള്ള 10 മാസക്കാലം അവർക്ക് കൃത്യമായി ഒരു വർഷത്തേക്കുള്ള അവരുടെ സിലബസുകൾ, 10, 12, 13, 14, 15 ഒക്കെ സബ്ജക്റ്റുകൾ, ആഴ്ചയിൽ 5 മണിക്കൂർ, ദിവസം 5 മണിക്കൂറോ ഹവറായിട്ടോ, അതല്ലെങ്കിൽ പീരീഡുകളായിട്ട് 6 or 7 പീരീഡ് ആയിട്ടോ, തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലെങ്കിൽ ശനി വരെ ആഴ്ചയിൽ 5 or 6 ദിവസം നിശ്ചയിച്ച്
6 or 7 പീരീഡുകളായി വ്യത്യസ്ത അധ്യാപകർ പോയി ഓരോ വിഷയങ്ങളെ ആ വിഷയാധിഷ്ഠിതമായി ക്ലാസ്സുകൾ എടുത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഒരു വർഷക്കാലത്തെ 10 മാസക്കാലത്തെ ആ പഠിപ്പിക്കലിനൊടുവിൽ പഠനത്തിനൊടുവിൽ ആരാണ് ഏറ്റവും നന്നായി ഇത് പഠിച്ചത്, ഏറ്റവും നന്നായി മനസ്സിലാക്കിയത്, ആരാണ് ഏറ്റവും നന്നായി അവരുടെ കൂട്ടത്തിൽ പഠിച്ചത് എന്ന് കണ്ടെത്തുന്നതിനാണ് പരീക്ഷ. എന്നതുപോലെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് ഈ ദുനിയാവിലേക്ക് നമ്മളെ പറഞ്ഞയച്ച് നമ്മൾ മരിക്കുന്നത് വരെയുള്ള കാലയളവിൽ അല്ലാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പരീക്ഷണത്തിന് വേണ്ടിയുള്ള ജീവിതത്തിൽ പിന്നെ പരീക്ഷണങ്ങളല്ലാതെ മറ്റൊന്നുണ്ടാവാനാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളെ പറ്റി പറയുന്നിടത്ത് നമ്മൾ നിരന്തരമായി കേൾക്കുന്ന ഒരു വചനം സൂറത്തുൽ ബഖറ അതിന്റെ 155-ാമത്തെ ആയത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ആ മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അവന് നേരിട്ടേക്കാവുന്ന പരീക്ഷണങ്ങളെ സംശയലേശമെന്നെയാണ് അള്ളാഹു ബോധ്യപ്പെടുത്തിയത്. പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. പരീക്ഷണങ്ങൾ സംഭവിച്ചേക്കാം, ഉണ്ടാകും, ഉണ്ടായേക്കാം, ഉണ്ടാകുന്നതാണ് എന്നല്ല. അള്ളാഹുവിന്റെ ഭാഷ്യം തന്നെ കുറച്ചൊക്കെ അറബി ഭാഷയുമായി ബന്ധമുള്ള ആളുകൾക്കറിയാം. ലാമു തഅ്കീദ് എന്ന് പറയും, ഉറപ്പിച്ചു പറയാൻ ഉപയോഗിക്കുന്ന ഒരു ലാമ്. അങ്ങനത്തെ സ്ട്രെസ് ചെയ്ത് സ്ട്രോങ് ആക്കി പറയാനുള്ള ഒരു ലാമിനെ തുടക്കത്തിലും അതേ വാചകത്തിന്റെ അവസാനത്തിനു മുമ്പായി നൂനു തൗക്കീദിന്റെ മറ്റൊരു അക്ഷരത്തെയും 2 അക്ഷരങ്ങളെ തുടക്കത്തിലും ഒടുക്കത്തിലും കൊടുത്തിട്ട് അല്ലാഹു ഉറപ്പിച്ചു പറയാണ്, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും നാം പരീക്ഷിക്കുമെന്ന് പറയാനാണെങ്കിൽ നബ്ലുവക്കും എന്ന് പറഞ്ഞാൽ മതി. അറബി ഭാഷയിൽ നാം പരീക്ഷിക്കുമെന്ന് പറയാൻ അത്രേ ആവശ്യമുള്ളൂ. അറബി ഭാഷയിൽ നബ്ലുവക്കും നാം നിങ്ങളെ പരീക്ഷിക്കും എന്ന് പറയാൻ. വലനബ്ലുവന്നകും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ബിശൈഇൻ മിനൽ ഖൗഫി അല്പം ഭയം തന്നിട്ട്, പേടി തന്നിട്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. അല്ലാഹു പറയാൻ, പേടി കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നില്ല അധികം അത് വിശദീകരിക്കേണ്ടി വരുമെന്ന്. കാരണം നമ്മളത് അനുഭവിച്ച വർഷങ്ങൾ. കൊറോണ എന്ന ലോകത്തെ ഒട്ടാകെ ബാധിച്ച ഒരു മഹാമാരിയിൽ ലോകം മുഴുവൻ ഭയത്തിന്റെ മുൾമുനയിൽ നിന്നത് പേടി കൊണ്ട് തന്നെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, വർഷങ്ങൾ പ്രവാസ ലോകത്ത് ജീവിച്ച് തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും തൻ്റെ മാതാപിതാക്കളെയും ഒരു നോക്ക് കാണണമെന്ന കാലങ്ങളുടെ ആഗ്രഹവുമായി അവിടുന്ന് ഇങ്ങോട്ട് മറുകരയിലേക്ക് കയറിയ മനുഷ്യൻ നാടും വീടും കുടുംബവും മൊത്തം തലേ ദിവസത്തെ ഉറക്കം മുഴുവൻ ഉളച്ച് സന്തോഷത്തോടെ ആ വാപ്പയെ, ആ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വാഹനമേൽപ്പിച്ച ഒരാരവങ്ങളോടെ, ആഘോഷങ്ങളോടെ എയർപോർട്ടിൽ പോയി കൂട്ടി തിരിച്ചു വരുന്ന സന്തോഷകരമായ ഒരു അനുഭൂതി. അതിനു പകരം കൂട്ടാൻ ആൾ പോണില്ലെന്ന് മാത്രമല്ല, വിളിക്കാൻ ആൾ പോണില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം സജ്ജമാക്കിയ ടാക്സികളിൽ ആ മനുഷ്യരെ കൊണ്ടുവരുന്നത് നേരെ ക്വാറന്റൈൻ ഹോമുകളിലേക്കും സ്ഥലങ്ങളിലേക്കുമാണ്. സ്വന്തം വീട്ടിലേക്ക് ധൈര്യസമേതം കയറി വരാൻ, കയറി വരുന്ന വാപ്പാനെയോ ഭർത്താവിനെയോ ജ്യേഷ്ഠനെയോ അനിയനെയോ മകനെയോ സ്വീകരിക്കാനുള്ള ധൈര്യമില്ലാതെ, ആൾതാമസമില്ലാതെ വീടുകളിൽ കൊണ്ടുപോയി പാർപ്പിച്ച് നേരാനേരങ്ങളിൽ കഴിക്കാനുള്ള ഭക്ഷണം ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ പാത്രങ്ങളിലാക്കി കൊടുക്കുന്ന ഒരു ദുരവസ്ഥ നമ്മിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തിന് സഹോദരങ്ങളെ, നമ്മിൽ നിന്നും മരിച്ചു പിരിഞ്ഞ മനുഷ്യരുടെ മയ്യത്തൊന്ന് നല്ലതുപോലെ കുളിപ്പിച്ച് കഫം ചെയ്ത് മറമാടാൻ പോലും കഴിയാതെ, എന്തിന്?
ശരിക്ക് ഇപ്പൊ നമ്മൾ ഇടതൂർന്ന് പരസ്പരം ചാരി ഒട്ടി ഉരുമ്മി നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനത്തിലായിരിക്കണം. നിങ്ങൾ ആലോചിക്കണം, നമസ്കാരത്തിൻ്റെ പരിപൂർണതയുടെ ഭാഗമായി സ്വഫ് ശരിപ്പെടുത്തണം. കാലുകൾ തമ്മിൽ മടമ്പുകൾ ഒപ്പിച്ച്, തോളുകൾ തമ്മിൽ ഷോൾഡറുകൾ ഒരേ നിരയാക്കി സ്വഫ് നിൽക്കുന്ന മനുഷ്യനിടയിൽ ഒന്ന് തൊട്ടുരുമ്പുന്നതിന് പകരം മീറ്ററുകൾ അപ്പുറം മാർക്ക് ചെയ്യപ്പെട്ട പ്രത്യേകമായി സ്ഥലത്തു മാത്രം നിന്ന് നമസ്കരിക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു. അവിടെ നമ്മെ സംഭവിച്ചത് എന്താ? നമ്മൾ കാണുന്ന ഒരാളെ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് കൈ കൊടുക്കാൻ, ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ, ഒന്ന് സലാം പറയാൻ, ഒന്ന് ശരീരങ്ങൾ തമ്മിൽ ചേർത്തൊന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് കൂട്ടിയണക്കാൻ പോലും സാധിക്കാത്ത വിധം മനുഷ്യരെ അകറ്റി നിർത്തിയത് എന്തായിരുന്നു? ഭയമായിരുന്നു, പേടിയായിരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭയത്തെ ഇനി പറഞ്ഞു പഠിപ്പിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു പറയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി, അല്പമൊക്കെ ഭയം തന്നുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. വൽ ജൂഅ്, വിശപ്പ് തന്നിട്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. ഈ വർത്തമാന കാലത്തിൽ ഭക്ഷണങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന ഈ കാലത്ത് അങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടാകുമോ എന്ന് ഒരു വേള പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും സംശയം തോന്നിയേക്കാം. കഴിഞ്ഞ ദിവസമാണ് ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവച്ചത്. അദ്ദേഹം ഹോസ്പിറ്റലിന്റെ ICUവിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു രോഗി കിടക്കുകയാണ്. ആ രോഗിയുടെ പരാക്രമങ്ങൾ ചെന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കുടല് സംബന്ധമായി സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പാടില്ല, അന്നനാളത്തിലൂടെ ഭക്ഷണം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇഞ്ചക്ഷനുകളായിട്ടും ട്രിപ്പുകളായിട്ടും ഒക്കെയായി ആ മനുഷ്യന് ഗ്ലൂക്കോസും ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നൽകിക്കൊണ്ടിരിക്കുക. പക്ഷെ മനുഷ്യന്റെ ചുണ്ട് വെള്ളം കിട്ടാതെ വന്നാൽ സ്വാഭാവികമായി അത് വറ്റി വരണ്ടു പോകും. അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഇങ്ങനെ ചെറിയ ഒരംശത്തിൽ ആ നനവ് ഇങ്ങനെ തട്ടിച്ചുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാനോ വെള്ളമൊന്ന് ആത്മാർത്ഥമായി സന്തോഷത്തോടെ മനസ്സ് നിറയുമാറൊന്ന് വായിലൂടെ കുടിച്ചിറക്കാനോ കഴിയാത്ത മനുഷ്യന്റെ പരാക്രമം കണ്ടിട്ടാണ് ഡോക്ടർ അങ്ങോട്ട് കടന്നുപോയത്. അദ്ദേഹം പങ്കുവച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ആ വാചകത്തിന്റെ അർത്ഥം എന്താണ് എന്ന്, ഭക്ഷണത്തിന് യാതൊരു പഞ്ഞുമില്ലാത്ത വർത്തമാന കാലത്ത് അതുപോലെയുള്ള മനുഷ്യരെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്നാണ്. അല്ലാഹു പട്ടിണി കൊണ്ട് പരീക്ഷണിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാലഘട്ടത്തിലും റബ്ബ് പരീക്ഷിക്കുമെന്നാണ്. കാരണം അല്ലാഹുവിന്റെ കലാം അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. അതിന്റെ വചനങ്ങൾക്ക് അത്രയും പ്രസക്തിയുണ്ട്, അന്ത്യനാൾ വരെയുള്ള പ്രസക്തിയുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, പട്ടിണി കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. സഹോദരങ്ങളെ, വ്യക്തി ജീവിതത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു ഓരോന്ന് എണ്ണി പറഞ്ഞു. വനഖസിം മിനൽ അംവാൽ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തിൽ, അനന്തരമായി നൽകപ്പെട്ട സമ്പത്തിൽ, കച്ചവടത്തിന്റെ വിഹിതങ്ങളിൽ, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിങ്ങൾക്ക് കുറവ് തന്നുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് പരീക്ഷണം തരും. വൽ അൻഫുസ്, ശാരീരികമായ നഷ്ടങ്ങൾ കൊണ്ട്, സ്വന്തത്തിന്റെയോ മറ്റുള്ളവരെയോ വേണ്ടപ്പെട്ടവരുടെയോ ശാരീരികമായ നഷ്ടം കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിച്ചേക്കാം. വസ്സമറാത്ത്, നിങ്ങളുടെ ഫലങ്ങൾ, കൃഷിയിലോ മറ്റിതര മേഖലകളിലുള്ള നിങ്ങളുടെ ഫലങ്ങളിൽ കുറവ് വരുത്തി നാം നിങ്ങളെ പരീക്ഷിച്ചേക്കാം. പരീക്ഷിച്ചേക്കാം എന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഒരു സത്യവിശ്വാസി തന്റെ കൽബിനുള്ളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധവും അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും പാരത്രിക ജീവിതത്തെ കുറിച്ചുള്ള ലക്ഷ്യബോധവുമുള്ള ഒരു മുഅ്മിൻ, വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കണം, ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്.
ഇതെന്റെ റബ്ബിന്റെ പരീക്ഷയാണ്, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് എന്ന തിരിച്ചറിവിലൂടെ അവൻ അവിടെ ക്ഷമിക്കണം. വിഷമുണ്ടാകും, സങ്കടം ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് പ്രവാചകരെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, അല്ലാഹു പറയാണ്, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ആ വിശ്വാസികളായ ക്ഷമാശീലരായ ആളുകളുണ്ടല്ലോ, അവർക്കൊരു ദുരിതം ബാധിച്ചു കഴിഞ്ഞാൽ, മുസീബത്ത് ഏറ്റുകഴിഞ്ഞാൽ, ഖാലൂ, അവർ പറയുന്നതാണ്, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ തന്നെ അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ തന്നെ റബ്ബിനുള്ളവരല്ലേ. പിന്നെ ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടതിൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നതിൽ, ശാരീരികമായി എന്തെങ്കിലും രോഗങ്ങൾ വന്നതിൽ, വേണ്ടപ്പെട്ട ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല മടക്കി കൊണ്ടുപോയതിൽ, ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും പരീക്ഷണം വന്നതിൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. ഇന്നാ ലില്ലാഹ്, കാരണം ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലാനുള്ളവരാണ് ഞങ്ങള്, ആ റബ്ബിങ്കിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ് ഞങ്ങള്. അല്ലാഹു പറയുന്നു, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള രക്ഷയും കാരുണ്യവും ആ മനുഷ്യർക്കുണ്ട്. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് അല്ലാഹുവിന്റെ സന്മാർഗം സിദ്ധിച്ച ആളുകൾ. നിങ്ങൾക്കറിയുമോ ഈ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം? ഈ ആയത്തിറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജീവിതത്തിൽ മനുഷ്യരെന്ന നിലക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ആ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അതിൽ ക്ഷമിക്കണം, അക്ഷമ കാണിക്കരുത്. നമ്മുടെ വൈകാരിക തലങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അക്ഷമ കാണിച്ച് ചില ആളുകൾ ചിലപ്പം കുഫറിന്റെ വർത്തമാനങ്ങൾ പറയും, നന്ദികേടിന്റെ വർത്തമാനങ്ങൾ പറയും. ചിലപ്പോൾ ക്ഷമകേട് നമ്മെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തു കളയും. നമുക്കറിയാലോ, തൻ്റെ ഭർത്തൃവിയോഗത്തിൻ്റെ പേരിൽ, പുത്രവിയോഗത്തിൻ്റെ പേരിലൊക്കെ ഒരു ഖബറിനടുക്കൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ റസൂൽ കടന്നുപോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മോളെ നീ ക്ഷമിക്ക്, നീ ക്ഷമിക്ക്. ആ പെണ്ണ് റസൂലയോട് ചൂടായി എന്നാണ്, നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, നഷ്ടപ്പെട്ടു പോയത് എനിക്കാണ്, അതിൻ്റെ പ്രയാസവും നഷ്ടവും എത്ര ആഴവും എനിക്ക് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് റസൂലയോട് തട്ടിക്കേറി. റസൂല മിണ്ടാതെ പോയി. ആളുകൾ അവരോട് പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചത്, കയർത്തത് ആരോടെന്നറിയോ? അള്ളാഹുവിൻ്റെ ഹബീബാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ കയർത്തത്. അവർ കുറ്റബോധത്താൽ പ്രവാചകനെ തേടി ചെന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നമസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല, സബ്ർ വേണ്ടത്, ക്ഷമ വേണ്ടത് ഒരു പരീക്ഷണത്തിൻ്റെ തുടക്കത്തിലാണ്. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ്, ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യി, അക്ഷമ മുഴുവൻ കാണിച്ച്, നന്ദികേട് മുഴുവൻ പ്രതികരിച്ചതിന് ശേഷമല്ല ക്ഷമ. ഒരു പരീക്ഷണം നേരിടുന്നതിൻ്റെ ആ പരീക്ഷണത്തിൻ്റെ തുടക്കത്തിലാണ്, ആപത്തിൻ്റെ തുടക്കത്തിലാണ്, ബുദ്ധിമുട്ടിൻ്റെ തുടക്കത്തിലാണ് ക്ഷമിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനൊരു പ്രയാസം വന്നാൽ ക്ഷമിക്കണം. എന്നിട്ട് ഒരു വിശ്വാസി പറയേണ്ട ആദ്യത്തെ വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനാണ് ഖൗലുൽ ഇസ്തിർജാ എന്ന് പറയാം, ഇസ്തിർജാഇന്റെ വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോരാ, ഒരു വിശ്വാസിക്ക് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നേരിട്ടു കഴിഞ്ഞാൽ, ഒരു മുസീബത്തുണ്ടായി കഴിഞ്ഞാൽ, അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി, പടച്ചവനെ എനിക്ക് നേരിട്ട ഈ മുസീബത്തിൽ എനിക്ക് നീ കൂലി തരണേ അല്ലാഹ്. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ നല്ലത് എനിക്ക് നീ പകരം നൽകണേ അല്ലാഹ് എന്ന് ഒരടിമ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യാതിരിക്കില്ലെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സദസ്സിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു സന്നിഹിതനായിരുന്നു അന്ന്. അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഭാര്യ ഉമ്മു സലമയോട് പറഞ്ഞു, മോളെ, ഇന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ വഹി സൂറത്തുൽ ബഖറയിലെ 155, 156, 157 ആയത്തുകളൊക്കെ ആയിരുന്നു. അതിലെ വിഷയം ഇതാണ്: മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അള്ളാഹു ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ ഞങ്ങളെ പരീക്ഷിക്കുന്നാണ് അള്ളാഹു പറയുന്നത്. അവിടെ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ട് ക്ഷമിക്കാൻ കഴിയണം. എന്നിട്ട് ഒരു പരീക്ഷണം വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രാർത്ഥിക്കണം. റസൂലുള്ള പറഞ്ഞു, അങ്ങനെ പറഞ്ഞതിന് ശേഷം നമുക്കുണ്ടായ മുസീബത്തിൽ അള്ളാഹുവിനോട് കൂലി തരാനും നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ നല്ലത് പകരം കിട്ടാനും വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹു തീർച്ചയായും അത് നിർവർത്തിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. അവർ പറയാണ്, എൻ്റെ ഭർത്താവ് എന്നത് പഠിപ്പിച്ചു തന്നു. കാലം കുറച്ച് പിന്നിട്ടപ്പോൾ ഈ പഠിപ്പിച്ച എൻ്റെ ഭർത്താവായ അബൂ സലമ മരണപ്പെടുകയാണ്. അവരെന്നെ പഠിപ്പിച്ച, റസൂലിൽ നിന്ന് കേട്ടുപഠിച്ച ആ കാര്യം എന്നെ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി. എൻ്റെ ഭർത്താവാകുന്ന അബൂ സലമ മരണപ്പെട്ട ഈ ഒരു വേദനയിൽ, ഈ വിഷമത്തിൽ, ഈ ദുഃഖത്തിൽ, ഈ പ്രയാസത്തിന് അള്ളാഹുവിൽ നിന്ന് എനിക്ക് കൂലി തരണേ അല്ലാഹ്. വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. അവർ പറയാണ്, ഒന്നാമത്തെ വാക്ക് നിറഞ്ഞ മനസാന്നിധ്യത്തോടു കൂടെയാണ് അറിഞ്ഞു പറഞ്ഞു ഞാൻ ഒന്നാമത്തെ വാക്ക്. പക്ഷെ രണ്ടാമത്തെ വാക്ക് എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ സാധിക്കണില്ല. വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഈ അബൂ സലമയുടെ സ്ഥാനത്ത് അതിനേക്കാൾ നല്ലത് പകരം തരണേ എന്നാണ് അതിനർത്ഥം വരിക. എനിക്കത് പറയാൻ കഴിയണില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചതല്ലേ എന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അവർ പറയാണ്, എൻ്റെ ഇദ്ദയുടെ കാലം കഴിഞ്ഞു. എൻ്റെ ഇദ്ദയുടെ കാലം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. എന്നോട് അനുവാദം ചോദിച്ചു. ഞാൻ അനുവാദം നൽകി. റസൂലുള്ള കയറിയിരുന്നു. സലാം പറഞ്ഞ് വിഷയങ്ങൾ സംസാരിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, ഉമ്മു സലമ, ഞാൻ വന്നത് നിന്നെ വിവാഹം അന്വേഷിച്ചുകൊണ്ടാണ്. നിന്റെ അഭിപ്രായം എന്താണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകരെ, എന്നെപ്പോലത്തെ പ്രായമുള്ള ഒരു സ്ത്രീയെ, രണ്ടാമത്തെ എനിക്ക് ഒരുപാട് മക്കളുണ്ട് പ്രവാചകരെ, മൂന്നാമത്തെ കാര്യം ഞാനൊരു ക്ഷിപ്രകോപിയായ, എടുത്തുചാട്ടക്കാരിയായ, മുൻകോപിയായ ആളാണ് പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സലമ, നിനക്ക് മാത്രമല്ല പ്രായമായത്, എനിക്കും പ്രായമായിട്ടുണ്ട്. ഉമ്മു സലമ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചാൽ നിന്റെ മക്കൾ എൻ്റെ കൂടി മക്കളാണ്. പിന്നെ നീ പറഞ്ഞത് നിന്റെ മുൻകോപം, അത് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അള്ളാഹു നിനക്ക് മാറ്റിത്തരും. ഈ മൂന്ന് കാര്യങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചു. അവര് പറയാണ്, എന്റെ അബൂ സലമ എനിക്ക് നഷ്ടപ്പെട്ടപ്പോ താങ്ങാനാകാത്ത വിയോഗത്തിന്റെ വേദനയിൽ നിന്ന് എന്റെ ഭർത്താവ് എന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചപ്പോ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. എന്റെ അബൂ സലമ നഷ്ടപ്പെട്ടു പോയതിൽ അള്ളാഹു എനിക്ക് കൂലി തരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ അതിനേക്കാൾ നല്ലതൊന്ന് എനിക്ക് പകരം തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോ എനിക്കതിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ എന്നെ വിവാഹം അന്വേഷിച്ചു വന്ന് എന്നെ കല്യാണം കഴിച്ചപ്പോഴാണ് എനിക്ക് ആ പ്രാർത്ഥനയുടെ പൊരുൾ എനിക്ക് മനസ്സിലായത് എന്നാണ്. അവർ പറയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനേക്കാൾ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളെക്കാളും ഉന്നതനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ ലോകത്തിന് വേറെ എവിടുന്ന് കിട്ടാനാണ്? സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. വിശ്വാസികളായ ആളുകൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വാസികളായി വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും മുന്നോട്ട് വെക്കുന്ന ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് പാത്രമാകുന്നവരാണ് എന്ന് വെച്ച് അവർക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിൽ വിഷമങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല എന്നൊരിക്കലും നമ്മൾ ധരിച്ചുകൂടാ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങൾ
നമ്മൾ വിശ്വാസികളായി എന്നതിന്റെ പേരിൽ, ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ നമ്മെ പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ അനുഭവിക്കില്ലെന്ന് ഒരിക്കലും നമ്മൾ ധരിക്കരുത്. ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത് സൂറത്തുൽ അൻകബൂത്തിന്റെ 1, 2, 3 ആയത്തുകളാണ്. നമുക്കറിയാം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ വ്യക്തികൾ എന്ന നിലക്ക് നമ്മൾക്ക് നേരിടാറുണ്ട്. കുടുംബത്തിൽ പരീക്ഷണം ഉണ്ടാവും, ചിലപ്പം ഭാര്യമാരിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും, മക്കളിൽ പരീക്ഷണം ഉണ്ടാകും, മാതാപിതാക്കളിൽ പരീക്ഷണം ഉണ്ടാവും, നമ്മുടെ ജോലിയിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, നമ്മുടെ സമ്പത്തിൽ പരീക്ഷണം ഉണ്ടാകും, കച്ചവടത്തിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അത് നമുക്ക് മനസ്സിലാകും. എന്നാൽ വിശ്വാസരംഗത്ത്, ആദർശ രംഗത്ത്, ഇസ്ലാമിക മേഖലയിൽ വല്ലാത്ത പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 മുമ്പ് പറഞ്ഞൊരു വാചകം, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, യൂശിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലതു ഇലാ ഖസഅതിഹാ. വിശന്നു വലഞ്ഞു ഇരിക്കുന്ന ഒരു വിഭാഗത്തിന് നടുവിലേക്ക് സമൃദ്ധമായ ഭക്ഷണങ്ങൾ നിറച്ചു വെച്ച ഒരു തളിക തുറന്നു വെച്ചു കൊടുത്താൽ ആ ഭക്ഷണ തളികയിലേക്ക് വിശന്നു വലഞ്ഞ ആളുകൾ നാനാഭാഗത്തു നിന്നും കൈകൾ നീട്ടി വാരി ആ ഭക്ഷണം വാരുന്നത് പോലെ, ഭക്ഷണത്തളികയിലേക്ക് കൈകൾ നീട്ടുന്നത് പോലെ എന്റെ ഉമ്മത്തിനു നേരെ മറ്റുള്ള ആളുകൾ കൈകൾ നീട്ടുന്ന ഒരു കാലം വരുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ 4 ഭാഗത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകമാണ്, വഹയുള്ള റസൂലിന്റെ വാക്കാണ്. റസൂലയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂലേ അന്ന് ഞങ്ങൾ കുറവായിരിക്കുമോ എണ്ണത്തിൽ? റസൂൽ പറഞ്ഞ അല്ല, ബൽ അൻതും യൗമിദിൻ കസീർ, നിങ്ങളന്ന് ധാരാളം ഉണ്ടാകും. പക്ഷെ അന്നത്തെ എണ്ണത്തിൽ ധാരാളമുള്ള എൻ്റെ ഉമ്മത്തിന്റെ ആ കാലഘട്ടത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, മഴവെള്ളപ്പാച്ചിലിൽ അതിശക്തമായ വർഷക്കാലത്ത് പെയ്യുന്ന നല്ല വെള്ളമുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ തോടിലൂടെയും ഓടയിലൂടെയും അഴുക്കുചാലുകളിലൂടെയും അതുപോലെ തന്നെ നദികളിലൂടെയും അരുവികളിലൂടെയൊക്കെ വെള്ളത്തിന്റെ പാച്ചിലിങ്ങനെ വെള്ളം കുത്തി ഒഴുകുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒഴുക്കിനിടയിൽ വെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകുന്ന ചപ്പ് ചവറ് ചണ്ടികൾക്ക് സമാനമായി എൻ്റെ ഉമ്മത്ത് മാറിയിട്ടുണ്ടാകും. ആ വാക്കുകളുടെ മലയാള അർത്ഥം പറയുമ്പോൾ നമുക്ക് തന്നെ ആത്മരോഷം ചിലപ്പോൾ തോന്നിപ്പോകാം. റസൂലുള്ള പറഞ്ഞ വാക്കാണിത്. അസ്തിത്വം നഷ്ടപ്പെട്ടവരായി ആ വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളം എങ്ങോട്ടൊഴുകുന്നുവോ ആ വെള്ളത്തിൻ്റെ ദിക്കിലേക്ക് ഒഴുകിപ്പോവാം. അതിനെ പിടിച്ചു നിർത്താനോ മറിച്ച് നീന്താനുള്ള അസ്തിത്വം നഷ്ടപ്പെട്ടു പോയി, വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയി, നിലനിൽപ്പില്ലാത്തവരായി സ്വാഭാവികമായി കുതിച്ചു പായുന്ന വെള്ളത്തിൻ്റെ ദിശയിലേക്ക് ഒഴുകിപ്പോകാനല്ലാതെ, യാന്ത്രികമായി ഒഴുകാനല്ലാതെ യാതൊരു നിർവാഹമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എൻ്റെ ഉമ്മത്ത് മാറിപ്പോകും. റസൂൽ പറഞ്ഞ വാചകമാണ്. ഞാൻ പറയുന്നത് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈമാൻ മുറുകെ പിടിക്കുക, വിശ്വാസം മുറുകെ പിടിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള അടിയുറച്ച വിശ്വാസവും പാരത്രിക ജീവിതത്തിലെ വിജയം എന്ന ലക്ഷ്യബോധത്തോടുകൂടെ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയിൽ മാത്രമേ പരിഹാരമുള്ളൂ. ആ വിശ്വാസമുണ്ടെങ്കിൽ പോലും ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിച്ച്, ആ വിശ്വാസമനുസരിച്ച് നമ്മൾ ജീവിച്ച്, നമ്മൾ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളായ ആളുകളല്ലേ, അങ്ങനത്തെ വിശ്വാസികളായ നമ്മെ അള്ളാഹു പരീക്ഷിക്കോ? നമ്മുടെ ശിർക്കൊക്കെ ഒഴിവാക്കി തൗഹീദുള്ള ആളുകളാണ്, ബിദ്അത്തുകളൊക്കെ ഒഴിവാക്കി നമ്മൾ സുന്നത്തിന്റെ വക്താക്കളാണ്, ഹറാമിന്റെ മുഴുവൻ ഭാഗങ്ങളെയും മാറ്റി നിർത്തി ഹലാലായ മാർഗത്തിലൂടെ മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അങ്ങനത്തെ വിശ്വാസികളായ നമുക്ക് പരീക്ഷണമോ എന്ന ഒരു ചിന്ത സ്വാഭാവികമാണ് വിശ്വാസികൾക്ക്. അതിനുള്ള മറുപടിയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിന്റെ 1, 2, 3 ആയത്തുകളിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഒരു സൂറത്ത് തുടങ്ങുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, അഹസിബൻ നാസ്. അല്ലാഹു ചോദിക്കുകയാണ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ജനങ്ങൾ കരുതുന്നുണ്ടോ,
അയ്യുത്രകൂ അയ്യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വാസികളായി, ഞങ്ങൾ മുഅ്മിനുകളായി, ഞങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞതിന്റെ പേരിൽ, എന്ന് പറഞ്ഞു എന്ന കാരണത്താൽ ഒരു പരീക്ഷണങ്ങളുമില്ലാതെ അവരെ വെറുതെ വിടുമെന്നാണോ, വെറുതെ വിട്ടേക്കുമെന്നാണോ ജനങ്ങൾ വിചാരിക്കുന്നത്? അല്ല ചോദിക്കാണ്, അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുവോ അയ്യുത്രകൂ, അവരെ വെറുതെ വിടുമെന്ന്, അയ്യഖൂലൂ ആമന്നാ, ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു, ഞങ്ങൾ ഈമാനുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ വഹും ലാ യുഫ്തനൂൻ, യാതൊരു ഫിത്നകളുമില്ലാതെ, ഒരു പരീക്ഷണങ്ങളുമില്ലാതെ, ഒരു പ്രശ്നങ്ങളുമില്ലാതെ വെറുതെ വിടുമെന്നാണോ വിചാരിക്കുന്നത്? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായും നാം അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് വിശ്വാസികളായ ആളുകൾ ഞങ്ങൾ ഈമാനുള്ളവരാണ് എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം എന്തൊരു പരീക്ഷണം? ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ, ഞങ്ങൾ ഈമാനുള്ളവരാണെന്ന് അവർ പറഞ്ഞില്ലേ, ആ പറഞ്ഞ വാക്കിനോട് സത്യസന്ധത പുലർത്തുന്നവരാണോ എന്ന് അല്ലാഹുവിന് അറിയണം. വലയഅലമന്നൽ കാദിബീൻ, ആ പറഞ്ഞ വാക്കിനോട് കളവ് കാണിക്കുന്നവരാരാണ് എന്നും അല്ലാഹുവിന് അറിയണം. അതിനാണ് പരീക്ഷണം. വിശ്വാസികൾക്ക് എന്തിനിപ്പോ നമ്മളെ പരീക്ഷിക്കണം? നമ്മളെ പരീക്ഷിക്കേണ്ടത്, നമ്മളെ പരീക്ഷിച്ചേ കാര്യമുള്ളൂ. അവിശ്വാസികളായ ആൾക്കാരെ എന്തിനു പരീക്ഷിക്കണം? അവരിലൊന്നും പരീക്ഷിച്ചിട്ട് കണ്ടെത്താനും അറിയാനൊന്നുമില്ല. വിശ്വാസികളായ ആളുകളിലാണ് പരീക്ഷണം. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ, ഈമാനുണ്ട്, മുഅ്മിനാണ് എന്ന് പറഞ്ഞ ആളുകൾ ആ പറഞ്ഞ വാക്കനുസരിച്ചുകൊണ്ട് തന്നെ അതിനോട് സത്യസന്ധത പുലർത്തി ജീവിക്കുമോ ഇല്ലയോ എന്നറിയാൻ പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ കൊടുക്കുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ പറഞ്ഞ വാക്കിനോട് കൂറു പുലർത്തുമോ? വലയഅലമന്നൽ കാദിബീൻ, ഈമാനുണ്ട് വിശ്വാസിയൊക്കെ പറഞ്ഞു, പക്ഷെ പരീക്ഷണം വന്നപ്പോഴാണ് ഓൻ ആ പറഞ്ഞ വാക്കിനോട് കൂറു പുലർത്തുന്നവനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിച്ചില്ലേ, പിന്നെ എന്തിനാണ് ഇത്തരം പരീക്ഷണങ്ങൾ? നമ്മുടെ നിലപാടുകൾ അറിയാൻ വേണ്ടിയാണ്, നമ്മുടെ വിശ്വാസം എത്രത്തോളം സത്യസന്ധമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ അതിനോടുള്ള സമീപനങ്ങൾ എങ്ങനെയാണ് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് കാണുന്നില്ലേ, എത്ര ആളുകളാണ് ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു പരീക്ഷണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂറുമാറുന്ന ആൾക്കാർ അല്ലേ? ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂറുമാറുക, കളം മാറ്റി ചവിട്ടുക, ഈ ദീന് തന്നെ ഉപേക്ഷിച്ചു പോകുന്ന എത്ര മനുഷ്യരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ദിനം പ്രതി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാ, അത് തിരിച്ചറിയാനാ, ബോധ്യപ്പെടാനാണ്. എത്രത്തോളം ഈമാനുണ്ട് എന്ന് തിരിച്ചറിയണം അള്ളാഹുവിനെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്തുലിയ റജുലു അലാ ഹസബി ദീനിഹി, ഒരു മനുഷ്യനെ ആ മനുഷ്യന്റെ ദീനിന്റെ തോതനുസരിച്ചുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഒരാൾക്ക് എത്രത്തോളം പരീക്ഷണം നേരിടുന്നു മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ ദീനിന്റെ തോത് എത്രയാണ്, അതിനനുസരിച്ചിട്ട പരീക്ഷണം. ഫഇൻ കാന ദീനുഹു സുൽബൻ, അയാളുടെ ദീന് സ്ട്രോങ് ആണെങ്കിൽ ഇസ്തദ്ദ ബലാഉഹു, അയാളുടെ പരീക്ഷണം കഠിനമായിരിക്കുമെന്നാണ്. ശരിക്ക് മനസ്സിൽ കോറി വെച്ചോളി. ഈ വാക്ക് ഹബീബായി റസൂൽ പറഞ്ഞ വാചകമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ദീന് എത്ര ഉണ്ടോ അതിനനുസരിച്ച് പരീക്ഷണം ഉണ്ടാവും. ദീന് സ്ട്രോങ് ആണെങ്കിൽ പരീക്ഷണത്തിന്റെ കാഠിന്യം കൂടും. ഇനി ദീന് സോഫ്റ്റ് ആണെങ്കിൽ വഇൻ കാന ദീനുഹു ദിഖ്ഖതൻ ഇബ്തുലിയ അലാ ഹസബി ദീനിഹി, ദീന് വളരെ ലോലമാണെങ്കിൽ, സോഫ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുള്ളൂ. റസൂൽ പറയാണ്, ഏതുവരെ ഒരു വിശ്വാസിയായ ആളെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. യൽഖല്ലാഹ, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, മാ അലൈഹി ഖതീഅത്തുൻ, അവൻ്റെ മേൽ പാപമായിട്ടൊന്നുമില്ലാത്ത വിധം, അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന വിധം അള്ളാഹുവിനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാതെ പരീക്ഷിക്കപ്പെട്ടപ്പോ, വല്ലാത്ത പ്രയാസങ്ങൾ നേരിട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചൊരാശ്വാസത്തിനെ,
ആരാണ് പ്രവാചകരെ ഏറ്റവും അധികം ഈ ലോകത്ത് പരീക്ഷിക്കപ്പെട്ട ആളുകൾ? ആരാ റസൂലെ? അയ്യുന്നാസി അശദ്ദു ബലാഅൻ. ആരാ റസൂലെ? ഈ ലോകത്ത് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ട ആളുകൾ ആരാ? കഠിനമായി പരീക്ഷിക്കപ്പെട്ട ആളുകൾ ആരാ റസൂലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാഉ. ലോകത്തേക്ക് കടന്നു വന്ന അള്ളാഹു തെരഞ്ഞെടുത്ത ഈ ലോകത്തിലെ ഓരോ ജനതക്കും അള്ളാഹു വഴികാട്ടികളായി അള്ളാഹു നിശ്ചയിച്ച പ്രവാചകന്മാരാണ് ഏറ്റവും കഠിനമായി പരീക്ഷണങ്ങൾ നേരിട്ടത്. നിങ്ങൾക്കറിയോ ആരെയാണ് അള്ളാഹു ഒരു ജനതയിൽ നിന്ന് ആരെയാണ് അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുക എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് കാണാം. ഒരു ലോകത്തും ഒരു ജനതയിലെ മുഴുവൻ മനുഷ്യരുടെയും കൽബുകളിലേക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കും. എന്നിട്ട് ആ ജനതയിലെ ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമയാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനായിട്ട് നിശ്ചയിക്കുക. ശേഷം അവരിൽ ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമകളെയാണ് അള്ളാഹു ആ പ്രവാചകന്റെ സ്വാഹിബുകളായി, വിശ്വാസികളായി, അനുചരന്മാരായി അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. അങ്ങനത്തെ നല്ല മനസ്സിൻ്റെ ഉടമകളായ ആളുകളായ അള്ളാഹുവിൻ്റെ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന അള്ളാഹിൻ്റെ അടിമകളെയാണ് ഏറ്റവും അധികം അള്ളാഹു പരീക്ഷിച്ചിട്ടുള്ളത്. റസൂൽ പറഞ്ഞു, സുമ്മൽ അംസലു ഫൽ അംസൽ. പിന്നെ ആ പ്രവാചകനെ പോലെ സൂക്ഷ്മത പോലെ ജീവിക്കുന്നവരാരാണോ അവർക്കായിരിക്കും അതുപോലെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരിക. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഈ ലോകത്ത് പരീക്ഷണങ്ങൾ നേരിട്ട് വന്നാൽ ഫമാ യബ്റഹുൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യത്റുകഹു യംശി അലൽ അർളി മാ അലൈഹി ഖതീഅത്തുൻ. പിന്നീട് എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ? ഈ പരീക്ഷണങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ നേരിട്ട് ഈ പരീക്ഷണങ്ങൾ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനാണ് കൂട്ടരെ. ഈ പ്രതിസന്ധികൾ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കാനാണ്. സത്യവിശ്വാസികൾ ശരിക്കും മനസ്സിലാക്കിക്കോളി, പരീക്ഷണങ്ങളുടെ കാലമാണ് വരാനുള്ളത്, സംശയമൊന്നുമില്ല. സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും കാലമല്ല, പരീക്ഷണങ്ങളുടെ കാലമാണ്. ഇതൊന്നൊരു പരീക്ഷണമല്ല കേട്ടോ. നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച പരീക്ഷണങ്ങൾ വെച്ച് നോക്കിയാൽ നമ്മുടെ പൗരത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോ ബേജാറാകുകയാണെങ്കിൽ, ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും. വേണ്ട സഹോദരങ്ങളെ, സ്വന്തം നാട്ടിൽ ശഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ മാസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഒരു കുന്നിനു മേലേക്ക് ഓടിച്ചു കയറ്റി, നാട്ടിലേക്ക് ഇറങ്ങാൻ കഴിയാതെ, നാടുമായി ഒരു ബന്ധവുമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമല്ല, കുടിക്കാൻ വെള്ളമില്ല, ആശയവിനിമയ മാർഗങ്ങളില്ല, ബന്ധുക്കളുമായി ഒരു ബന്ധവുമില്ല. അവസാനം മാസങ്ങളോളം പട്ടിണി കിടന്ന് ആ മരങ്ങളിൽ, ആ കുന്നുകളിലെ മരങ്ങളിലെ ഇലകൾ പറിച്ച് വിശപ്പടക്കിയെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി, സഹാബത്തിനെ പറ്റി അവർ പറയാൻ, ആടുമാടുകൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാത്രി സമയത്ത് മൂത്രമൊഴിക്കുമ്പോ താൻ മൂത്രമൊഴിക്കുന്നിടത്ത് എന്തോ ഇന്ന് തടയുന്നുണ്ട് എന്ന് മനസ്സിലായി. രാവിലെ വെളിച്ചം വെച്ചിട്ട് പോയി നോക്കുമ്പോ കാലങ്ങളായി ഉപേക്ഷിച്ച ഒരു തോലിന്റെ ചെരുപ്പാണ്. ആ ചെരുപ്പ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് പിന്നീട് അങ്ങോട്ട് ദിവസങ്ങളോളം ഭക്ഷണമായി കഴിച്ചത് ആ തോലിന്റെ ചെരുപ്പായിരുന്നുവെന്ന് സഹാബത്ത് രേഖപ്പെടുത്തുമ്പോ അനുഭവിക്കേണ്ടി വന്ന കാഠിന്യം എത്രയാണ് വിശപ്പിന്റെ. ഒരു ദിവസമോ 2 ദിവസമോ അല്ല, മാസങ്ങളോളം ശഅബ് അബീ ത്വാലിബിൽ ഖരാബോ ചെയ്യപ്പെട്ടു. ഹജ്ജിനും ഉംറക്കും പോകുമ്പോ ഹറമിന്റെ അങ്ങേയറ്റത്ത് നോക്കിയാൽ ഇന്നും ശഅബ് അബീ ത്വാലിബ് കാണാൻ കഴിയും. സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും, അത് കഠിനമാകും. അത് ഈ ലോകത്ത് വെച്ച് എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളും പരീക്ഷണങ്ങൾക്കും നമ്മൾ വിധേയരായാലും അതെല്ലാം ഒരു വിശ്വാസിക്ക് അവരുടെ സ്വർഗത്തിലേക്കുള്ള വഴി സുഖമമാക്കുക മാത്രമാണ് എന്ന് ഞാനും നിങ്ങളും ശരിക്കും തിരിച്ചറിയണം. നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകണമെങ്കിൽ, സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടണമെങ്കിൽ ഈ പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, അതല്ലാതെ ഐശ്വര്യങ്ങളുടെ പറ്റുമെത്തയിലൂടെ, പ്രതീക്ഷയിലൂടെയല്ല സ്വർഗത്തിലേക്ക് പോവുക. പരീക്ഷണങ്ങളുടെ നാൾവഴികളിലൂടെയാണ് സ്വർഗത്തിലേക്ക് ചെല്ലുക. ഖുർആൻ ചോദിക്കുന്നുണ്ട്, സൂറത്തുൽ ബഖറ അതിന്റെ 214-ാമത്തെ ആയത്തിലൂടെ പച്ചയായി അല്ലാഹു ചോദിക്കാൻ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, അം ഹസിബ്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കടന്നു കളയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. വലമ്മാ യഅതികും മതലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും,
നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് വന്നു ഭവിച്ചത് ഒന്നും നിങ്ങൾക്ക് വന്നു ഭവിക്കാതെ, നിങ്ങൾ അനുഭവിക്കേണ്ടി വരാതെ, നിങ്ങൾ സഹിക്കേണ്ടി വരാതെ സ്വർഗത്തിലേക്ക് വെറുതെ എന്ന് ചുളിവിൽ കയറാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നിട്ട് അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്, മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ. നിങ്ങളുടെ മുൻഗാമികളിലെ ഒരുപാട് ദുരിതങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ കിടുകിട വിറപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ട് അസ്തിത്വം നഷ്ടപ്പെട്ടവരായി, വ്യക്തിത്വം നഷ്ടപ്പെട്ടവരായി, സമ്പത്ത് മുഴുവൻ ഉപേക്ഷിക്കേണ്ടി വന്ന് ആ നാട് വിടേണ്ടി വന്നിട്ടുണ്ടവര്, ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, പച്ചമാംസങ്ങള് ഈർന്നെടുക്കേണ്ടി വന്നിട്ടുണ്ട്, ശരീരത്തിലേക്ക് ഇരുമ്പിന്റെ ഈർച്ചപാടുകൾ ഇറക്കിയിട്ട് മാംസങ്ങൾ പിഴുതെറിയിട്ടുണ്ട്, തിളച്ച എണ്ണയിലേക്ക് കോരിയെടുത്തിട്ടുണ്ട്, ജനനേന്ദ്രിയത്തിലൂടെ ചുട്ടുപഴുപ്പിക്കുന്ന ആ കുന്തം കുത്തിയിറക്കി കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങള് നിങ്ങളുടെ മുൻഗാമികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതുവരെ എന്നറിയുമോ? ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു. അവർക്ക് വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച ആ പ്രവാചകനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായ ആളുകളും ചോദിക്കുന്നത് വരെ എന്താണ് അവർ ചോദിച്ചത്? മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? ഈ പരീക്ഷണങ്ങള്, ഈ വേദനകള്, ഈ യാതനകൾ അനുഭവിക്കുമ്പോ റബ്ബിന്റെ സഹായം ഇനി എപ്പോഴാണെന്ന് ഒരു വേള ആ പ്രവാചകനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഅ്മിനുകളായ ആളുകളും കൂടി ചോദിച്ചു പോയി എന്നാണ്. അപ്പോഴാണല്ലോ പറഞ്ഞത്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അറിയണേ, അല്ലാഹുവിന്റെ സഹായം നിങ്ങളോടൊപ്പമുണ്ട്, റബ്ബിന്റെ സഹായം നിങ്ങളുടെ സമീപമുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകിയെന്നാൽ. ഇതൊക്കെ നമ്മുടെ മുൻഗാമികൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളാണ്, അവർ സഹിക്കേണ്ടി വന്ന പരീക്ഷണങ്ങളാണ്. നമുക്കതിനെപ്പറ്റി കേൾക്കേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ നേരിടുമ്പോഴേക്ക് അസ്വസ്ഥരാകുന്ന നമ്മൾ, അങ്കലാപ്പിലാകി പോകുന്ന നമ്മൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, പരീക്ഷണങ്ങളിലൂടെ മാത്രമേ സ്വർഗം ലഭിക്കുള്ളൂ. അവിടെ ജീവനാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ ഷഹാദത്തിന്റെ പ്രതിഫലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തരും. പരീക്ഷണങ്ങൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ മുൻഗാമികൾ ഒരുപാട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയുമോ, ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇസ്ലാമിക സാമ്രാജ്യം ഏറ്റവും അധികം വിശാലമായി, ഇസ്ലാമിക പ്രവിശ്യകൾ ഏറ്റവും അധികം വിശാലമായ ഭരണം ഉമറുൽ ഖത്താബിന്റെ ഭരണമായിരുന്നു. പേർഷ്യയും റോമും വ്യത്യസ്തങ്ങളായ സാമ്രാജ്യങ്ങൾ അദ്ദേഹത്തിന് അധീനപ്പെട്ടു. ഒരുപാട് ആളുകൾ തൻ്റെ പ്രജകളായി വന്നപ്പോൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പീഠമുണ്ടാക്കി, ഒരു പീഠം. എന്നിട്ട് മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി. എന്നിട്ട് അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, എവിടെ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു, എവിടെ ഖബ്ബാബ് എവിടെ? അദ്ദേഹം എഴുന്നേറ്റുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വാ, എന്നിട്ട് നിങ്ങൾ ആ പീഠത്തിൽ കയറി നിൽക്ക്. ആ പീഠത്തിൽ കയറി നിൽക്കാൻ ഏറ്റവും അർഹനായ യോഗ്യനായ വ്യക്തി നിങ്ങളാണ്. അദ്ദേഹം അതിൻ്റെ മേലെ കയറുന്നപ്പോൾ ഖലീഫ പറഞ്ഞു, നിങ്ങൾ ഈ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ സഹിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എന്തൊക്കെ സഹിക്കേണ്ടി വന്നു ഈ ദീന് നിലനിർത്താൻ, ഈ ദീന് സ്വീകരിക്കേണ്ട പേരിൽ നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം ലോകം ഒരുപാട് കാലം ഒരുപാട് പുരോഗമിച്ചു, ഒരുപാട് ആളുകൾ വന്നു, പുതിയ പുതിയ ജനങ്ങളും ആളുകളൊക്കെ ഒരുപാട് ഭരണന്മാരൊക്കെ ആയി. അവരറിയില്ല ഇന്നലകളിൽ ഇന്ന് കാണുന്ന സൗകര്യത്തിലേക്ക് എത്തിയ വഴികളെക്കുറിച്ച് അവർക്കറിയില്ല. അതുകൊണ്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് നാവ് കൊണ്ടല്ല മറുപടി പറഞ്ഞെന്നാണ്. പകരം താൻ ധരിച്ച വസ്ത്രം, അദ്ദേഹത്തിൻ്റെ അരമുണ്ടിൻ്റെ മേലെയുള്ള വസ്ത്രം അദ്ദേഹം അഴിച്ചിട്ട് അദ്ദേഹം ആ ജനതയ്ക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ അദ്ദേഹത്തിൻ്റെ എല്ലുകൾ കാണുമാറ് മാംസങ്ങൾ ഇങ്ങനെ അടർന്നു പോയിട്ട് അവിടെ ഗുഹകളെപ്പോലെ പൊത്തുകളെപ്പോലെ എല്ലുകൾ കാണുമാറ് അദ്ദേഹത്തിൻ്റെ പുറംഭാഗത്ത് മാംസം തൂരാതെ ബാക്കി നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിശ്വാസിയായതിൻ്റെ പേരിൽ
ഇരുമ്പിൻ്റെ ചീർപ്പുകൾ കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ മാംസളമായ ഭാഗങ്ങളിലേക്ക് അവർ കുത്തിയിറക്കിയിട്ട് പച്ചയായ മാംസങ്ങൾ അവരതിൽ നിന്ന് അടർത്തിയെടുത്തു. കാലം ഇത്രയും കഴിഞ്ഞു പോയിട്ട് പോലും അവിടെ ഇറച്ചി വന്ന് തൂർന്നിട്ടില്ല. അതിൻ്റെ അടയാളങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഈ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ, നിങ്ങൾക്കറിയണം, ഈ പരീക്ഷണങ്ങളുടെ വേദനകൾക്കിടയിൽ നിൽക്കുമ്പോൾ റസൂലുള്ള കഅബാലയത്തിന്റെ തണലിൽ റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒരു വിരിപ്പ് ഇങ്ങനെ തലയണയാക്കി അതിൽ റസൂലുള്ള ഇങ്ങനെ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെല്ലുകയാണ്. അദ്ദേഹം പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിയുടെ ആവലാതി പറഞ്ഞു, സങ്കടം പറഞ്ഞു, നബിയെ അലാ തൻതസിറു ലനാ, ഞങ്ങൾക്ക് സഹായം ലഭിക്കാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ല പ്രവാചകരെ. അലാ തദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി റസൂലേ അങ്ങ് ദുആ ചെയ്യുന്നില്ലേ? ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്, ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നത്, ഞങ്ങൾ വേദനിക്കപ്പെടുന്നത് നബിയെ നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ? നിങ്ങൾ അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി ദുആ ചെയ്യുന്നില്ല പ്രവാചകരെ. ആ സമയത്ത് റസൂലുള്ളാഹി വിളിച്ചിരുത്തി എന്നാണ് പറഞ്ഞു കൊടുക്കുകയാണ്, ഖദ് കാന മൻ ഖബലകും, അഹ്ബാബേ, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. യുഖദു റജുലു, ശത്രുക്കളായ മനുഷ്യനെ വിളിച്ചു കൊണ്ടുപോയി. ഫയുഹ്ഫറു ലഹു ഫിൽ അർളി, എന്നിട്ട് ഭൂമിയിൽ ഒരു കുഴി കുഴിക്കുകയാണ്. ഫയുജഅലു ഫീഹാ, എന്നിട്ട് ആ കുഴിയിലേക്ക് ആ മനുഷ്യനെ ഇറക്കി വെച്ചിട്ട് ഫയുജാഉ ബിൽ മിൻശാർ, ഒരു ഈർച്ചവാളുമായി, മരം ഈരുന്ന വാളുമായി കടന്നു വരികയാണ്. ഫയൂലഉ അലാ റഅസിഹി, ആ മനുഷ്യന്റെ തലക്കുമീതെ അവർ ആ ഈർച്ചവാൾ വെക്കുകയാണ്. ഫയുജഅലു നിസ്ഫൈൻ, രണ്ട് കഷ്ണമായി, രണ്ട് പൊളിയായി ആ മനുഷ്യന്റെ തലക്കുമീതെ വെച്ചുകൊണ്ട് ഈർച്ചവാൾ കൊണ്ട് അവർ ഈർന്നു രണ്ടാക്കി കളഞ്ഞു. വയുംസതു ബി അംശാതിൽ ഹദീദി, അതുപോലെ തന്നെ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിലേക്ക് അവർ ആഴ്ത്തിയിറക്കി. മാദൂന ലഹ്മിഹി വഅൽമിഹി, ആ മനുഷ്യന്റെ ശരീരത്തിലെ എല്ലുകളെയും മാംസങ്ങളെയും രണ്ടായി വേർതിരിച്ചു. ഫമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, എന്നിട്ടും ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടും ചോരയിൽ കടന്ന് പടയുമ്പോഴും പ്രാണവേദനയിൽ വിഷമിക്കുമ്പോഴും ഫമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, ആ മനുഷ്യൻ സ്വീകരിച്ച ദീനിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന്, തൗഹീദിൽ നിന്ന്, ഈമാനിൽ നിന്ന് ഒരടി പോലും ആ മനുഷ്യനെ മാറ്റിയില്ല, പിന്തിരിപ്പിച്ചില്ല എന്നാണ്. ഇത്രയൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടും സ്വീകരിച്ച ദീനിൽ നിന്ന് ഒരടി പുറകോട്ട് ആ മനുഷ്യൻ പോയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വല്ലാഹി ലയതിമ്മന്ന ഹാദൽ അംർ, ഈ സത്യത്തിന്റെ ദീനിന്റെ പ്രകാശം അത് അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ സഹിക്കേണ്ടി വന്നാലും, ജീവൻ കൊടുക്കേണ്ടി വന്നാലും, എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ വന്നാലും ഒരു കാര്യങ്ങൾ അറിഞ്ഞോളി, അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രകാശം അത് അള്ളാഹു പൂർത്തീകരിക്കും. അത് അള്ളാഹു പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കാണ്, വലാകിന്നകും തസ്തഅജിലൂൻ, പക്ഷെ നിങ്ങൾ ധൃതി കാണിക്കാണ്. ആരോട്? ഖബ്ബാബ് റളിയല്ലാഹുവിനോട്. ആവലാദിയുമായി ചെന്ന ഖബ്ബാബിനോട് റസൂൽ പറയാം, വലാകിന്നകും തസ്തഅജിലൂൻ, പക്ഷെ നിങ്ങൾ ധൃതി കാണിക്കാണ്, നിങ്ങൾക്ക് ധൃതി കൂടുതലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ ക്ഷമിക്കാൻ സാധിക്കണം, പിടിച്ചു നിൽക്കാൻ കഴിയണം. ഈമാൻ മാറ്റുകൂടാതെ, നമ്മുടെ ഈമാനിൽ ഒരു കുറവും വരാതെ അള്ളാഹുവിൻ്റെ ദീനിൽ തന്നെ അടിയുറച്ചു നിൽക്കാൻ കഴിയണം. നമ്മൾ തിരിച്ചറിയണം, ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. എന്തിന്? എൻ്റെ ഈമാൻ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ഈമാൻ സത്യസന്ധമാണോ എന്നും അതല്ല ദുർബലമാണോ എന്നും വ്യാജമാണോ എന്നും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കണം, ക്ഷമിക്കണം, കൂടുതൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ബലാ ഇൻ തസ്ബിറു വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുക, തഖ്വയുള്ളവരാവുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ആ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾക്കറിയോ, സ്വന്തം മക്കൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുക എന്ന് പറയുന്നത് ഒരു വാപ്പാനെയും ഒരു ഉമ്മാനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ട് മക്കൾ മരിക്കേണ്ടി വരുന്ന അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ
ഒരു വിശ്വാസിയായ അടിമ ജീവിച്ചിരിക്കുമ്പോൾ ആ അടിമയുടെ കുഞ്ഞിനെ മരിപ്പിച്ചിട്ട് അതിൻ്റെ റൂഹുമായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു മലക്കളോട് ചോദിക്കുന്നതാണ്, ഹൽ ഖബൽതും സമറത്ത ഫുആദു അബ്ദി, എൻ്റെ അടിമയുടെ ഫലത്തെ നിങ്ങൾ പറിച്ചെടുത്തുവോ എന്ന് അള്ളാഹു ചോദിക്കും. നിങ്ങൾ പിടിച്ചെടുത്തുവോ എന്ന് ചോദിക്കും. നമുക്കറിയാം, ഒരു ചെടി നമ്മൾ നടുമ്പോഴേ, ഒരു മരം നമ്മൾ നടുമ്പോഴേ അതിനെ കുഴിച്ചിട്ട് വളക്കെട്ടുകൊടുത്ത് വെള്ളക്കൊഴിച്ച് നമ്മൾ പരിപാലിക്കുമെന്തിനാ? അതിന് ഫലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അതിന് കായ്ക്കാനും പൂവുണ്ടാവാനാണ് നമ്മൾ എന്ത് ചെയ്യണത്. അങ്ങനെ അതൊന്ന് കായ്ച്ച് അതൊന്ന് പൂവിട്ട് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും അത് നട്ട ആൾ സന്തോഷിക്കുക. എന്നതുപോലെ നമ്മുടെ മക്കളൊന്ന് വളർന്നു വരുമ്പോൾ നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും ഉണ്ടാകുന്ന പ്രതീക്ഷയും ആശ്വാസവും, ആ കുഞ്ഞുങ്ങൾ അള്ളാഹു പിടിച്ചു തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന. അള്ളാഹ് ചോദിക്കുന്നതാണ്, എൻ്റെ അടിമയുടെ ഫലത്തെ, പൂവിനെ നിങ്ങൾ പറിച്ചെടുത്തോന്ന്. മലക്കൾ പറയും അതെ. അള്ളാഹ് ചോദിക്കും, മാതാ ഖാല അബ്ദി, എൻ്റെ അടിമ എന്താണ് അപ്പോൾ പറഞ്ഞത്? ആ സമയത്ത് മലക്കൾ പറയുന്നതാണ്, അയാൾ പറഞ്ഞു അൽഹംദുലില്ലാ എന്നാണ് അയാൾ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു, എന്തൊരു ഈമാനായിരിക്കും. സ്വന്തം മകൻ മരിക്കുന്ന നേരത്ത് എൻ്റെ റബ്ബിൻ്റെ പരീക്ഷണമാണെന്ന് തിരിഞ്ഞറിഞ്ഞ് അള്ളാഹുവിൻ്റെ വിധിയിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറയുന്നതാണ്, ഇബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എങ്കിൽ എൻ്റെ ആ അടിമക്ക് വേണ്ടി സ്വർഗത്തിൽ നിങ്ങൾ ഒരു ഭവനം നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ്, സ്വന്തം മകൻ മരിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ എൻ്റെ മകന് ആ പേരിൽ ബൈത്തുൽ ഹംദ്, ഹംദിൻ്റെ ഭവനം എന്ന പേരിൽ ഒരു വീട് സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു പറയുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ ജീവിതം പരീക്ഷണത്തിൻ്റെ ജീവിതമാണ്. പരീക്ഷിക്കാനാണ് അള്ളാഹു ജീവിതം തന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. പിടിച്ചു നിൽക്കണം, ക്ഷമിക്കണം, ഈമാനിന് മാറ്റുണ്ടാകണം, ഈമാനിനെ നമ്മൾ ശരിക്ക് കരുത്താർജിക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് സൂചിപ്പിക്കാനുള്ളത്, ബുസ്താനുൽ ഉലൂം എന്ന ഒരു എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് 1968 തൃശ്ശൂർ ജില്ലയിലെ തീരദേശ ഹൈവേയിൽ കയ്പമംഗലത്ത് ഈ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടത്. അതിൻ്റെ കീഴിൽ അറബിക് കോളേജായി, അതുപോലെ തന്നെ തഹ്ഫീദുൽ ഖുർആനായി, അഗതി മന്ദിരമായി, മാനസികമായ വൈകല്യങ്ങളുള്ള പ്രത്യേകമായ ഓട്ടിസമൊക്കെ ബാധിച്ച കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളായി, ഒരു ഇസ്ലാമിക് പ്രീ സ്കൂളായി, മദ്രസയായി, പള്ളിയായി ഒക്കെ ഏകദേശം 8 സ്ഥാപനങ്ങളിലായി 10-700ഓളം കുട്ടികൾ അവിടെ പഠിച്ചു വരുന്നുണ്ട്. ഇങ്ങനത്തെ റമളാനിൽ നിങ്ങളോട് സഹായം ആവശ്യപ്പെടാനുള്ള കാരണം, പലപ്പോഴായി നമ്മൾ പരിപാടികൾക്കും ദഅവത്തിനൊക്കെ ആയിട്ട് പലപ്പോഴും പോകും. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലാണ് ആ സ്ഥാപനം ഉള്ളത്. നമ്മൾ പോയി പരിപാടികൾക്ക് പോകുമ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് ഓരോരുത്തർ വിളിക്കും, മൗലവി ഇങ്ങനൊരു കുട്ടിയുണ്ട്, യതീമാണ്, വാപ്പല്ല, ഉമ്മല്ല, അല്ലെങ്കിൽ വാപ്പ ഇട്ടിട്ട് പോയതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കുട്ടികളെ ഏറ്റെടുക്കാനായി പലപ്പോഴും ആവശ്യപ്പെടും. നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളെ ഏറ്റെടുത്ത് അവിടെ കൊണ്ടുവന്ന് ആക്കി പഠിപ്പിച്ച് അവരെ അവിടെ താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്താക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു കുട്ടിക്ക് നമുക്കിന്ന് സാധാരണ ഒരു മനുഷ്യൻ്റെ ഭക്ഷണം കഴിക്കാൻ ഒരു നേരത്തിന് 50 രൂപ കണക്കാക്കിയാൽ 3 നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ 150 രൂപ വേണം. ഒരു മാസമാണെങ്കിൽ 4500 രൂപ കൊടുക്കണം. അങ്ങനത്തെ ഒരു കുട്ടിയെ നമ്മൾ ദത്തെടുത്തെന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലാണ്. നിങ്ങൾക്കറിയോ, ലീവായാൽ പറഞ്ഞയക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത, സുരക്ഷിതമായി പറഞ്ഞയക്കാൻ പറ്റിയ ബന്ധത്തിലുള്ള കുട്ടികളില്ലാത്ത കുട്ടികളുണ്ട്. നിങ്ങൾ വന്നാൽ ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക്. ഇന്ന് വരെ ഒരു കുട്ടീനെ എടുക്കണമെന്ന് ഒരു പ്രദേശത്തുനിന്നോ മറ്റോ ആവശ്യപ്പെട്ട് വന്നാൽ ഇന്ന് വരെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടില്ല. എല്ലായിടത്തുനിന്നുമായി മക്കളോട് പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാം, അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഒരു വർഷം പഠിക്കണമെങ്കിൽ 35,000 രൂപ, ഏറ്റവും ചുരുങ്ങിയത്. ട്യൂഷൻ ഫീസ് മറ്റൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അത്രയും ചുരുങ്ങിയത് ചിലവ് വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കുട്ടിയെ, അതല്ല ഞാൻ പരക്കെ പിരിക്കുക എന്നുള്ള അർത്ഥമല്ല, ഒരു കുട്ടിയെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത്രയും സമാധാനമായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം 10-30 കുട്ടികളെ കണ്ടെത്തണം ഈ റമളാനിനുള്ളിൽ, ജൂൺ ആകുമ്പോഴേക്ക്. കണ്ടെത്തിയാലാണ് എനിക്ക് സമാധാനം അങ്ങോട്ട് ചെല്ലാൻ പറ്റുക. കാരണം മാനേജ്മെൻറ്റ് പറയും, മൂലം നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും ഓരോരുത്തരും ഓരോന്നിനെ, ഇല്ലാത്താണ്, വല്ലാത്താണ്, വയ്യാത്താണ് പറഞ്ഞത്, എന്താ കാട്ടുക, നമ്മളെ നല്ല പ്രയാസത്തിലാണ്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ പ്രശ്നമാക്കണ്ട, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുതരും. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഒരു കുട്ടി നിന്ന് പഠിച്ച് രക്ഷപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ നാട്ടിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്.
അതുകൊണ്ട് സഹോദരങ്ങളെ, സാധിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഓരോരുത്തരും അതിനോട് പ്രതികരിക്കണമെന്ന് ആത്മാർത്ഥമായി ആവശ്യപ്പെടാണ്. അതേപോലെ മറ്റൊരു സ്ഥാപനമാണ് ഈ പറഞ്ഞ ബുദ്ധിവൈകല്യങ്ങളുള്ള, മാനസിക ബുദ്ധിമുട്ടുകളുള്ള ഒരു സ്ഥാപനം. അത് നമ്മൾ എന്ത് നടത്തണമെന്ന് ചോദിച്ചാൽ, അങ്ങനത്തെ ഒരു കുട്ടി ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ പുറംലോകം കാണൂല. ഒരു വേള അങ്ങനത്തെ ഒരു കുട്ടിയുണ്ട് എന്ന് പോലും പറയാൻ മടിക്കുന്ന രക്ഷിതാക്കൾ നിങ്ങൾക്കറിയോ? നമ്മളിതിൻ്റെ സർവേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് പറയാൻ മടിക്കുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി പിന്നെ ജീവിതകാലം മുഴുവൻ ആ വീടിൻ്റെ 4 ചുമരിൻ്റെ അകത്താണ്, വെളിച്ചം കാണാതെ. ഒരു കല്യാണമില്ല, ഒരു പരിപാടിയില്ല, ഒരു ആഘോഷമില്ല, ഒന്നും ഉണ്ടാവില്ല ആ കുട്ടിക്ക്. ആ കുട്ടിക്കുണ്ടാവില്ല എന്ന് മാത്രമല്ല, ആ കുട്ടീൻ്റെ മാതാപിതാക്കൾക്കുണ്ടാവില്ല. നിങ്ങൾക്കറിയോ, എൻ്റെ ഏറ്റവും അടുത്ത ഒരു ഉസ്താദിൻ്റെ 3 മക്കളാണ്, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. മൂന്നാമതുണ്ടായ പെൺകുട്ടിക്ക് ഈ ഒരു വൈകല്യം. അതിന് ബുദ്ധിക്ക് കുഴപ്പമില്ല, അത് രസം, അത്ഭുതത. വളരെ സമർത്ഥയായ ബുദ്ധിശാലിയായ ഒരു കുട്ടിയാണ്. പക്ഷേ ശാരീരിക വൈകല്യമാണ്, നിലത്ത് കിടക്കേ ചെയ്യുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് സലാം പറഞ്ഞ അവൾ പറയും ഭാര്യ ഉസ്താദാണെന്ന് അവൾ പറയും. ശബ്ദം പുറത്തുനിന്ന് കേട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അത്രയും കപ്പാസിറ്റി ഉള്ള കുട്ടിയാണ്. പരീക്ഷണം എന്താ നിങ്ങൾ നോക്കണം കേട്ടോ. ആ ഉമ്മാക്ക് സർക്കാർ ജോലി കിട്ടി, പക്ഷെ ഉമ്മ ജോലി ഒഴിവാക്കി. കാരണം ഇങ്ങനത്തെ ഒരു കുട്ടീനെ ഇട്ടിട്ട് എങ്ങനെ പോവും? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാപ്പാക്ക് അള്ളാഹു ജോലി കൊടുത്തു, അതേപോലെ സർവീസിന് റിട്ടയർഡായി. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കുട്ടികൾ, ഒരു കുട്ടിയുടെ ഉമ്മയോട് നമ്മൾ സംസാരിച്ച് നിങ്ങൾക്ക് അവർ ബുദ്ധിമുട്ടോ പ്രയാസം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുട്ടികളെ വണ്ടിയിൽ പോയി എടുത്ത് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് സ്പെഷ്യലി എഡ്യൂക്കേഷനായി അവരുടെ വേറെ വിദ്യാഭ്യാസ രീതിയൊക്കെ വെച്ച് ക്ലാസ്സൊക്കെ ഇതാക്കി അവർക്കൊരു സന്തോഷവും ഉല്ലാസവും ആശ്വാസവും, അതുപോലെ ക്ലാസ്സുകളും പിന്നെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ പരിശോധനയും സാധിക്കുന്ന രൂപങ്ങൾ. ഇപ്പോൾ നമ്മളിങ്ങനെ പോയി പറഞ്ഞത് കണ്ണൂരിലറിയാം, ഒരു യൂണിറ്റിൽ നിന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇത്തരം പ്രയാസമുള്ള കുട്ടികളിൽ വലിയ രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, ഒരുപാട് അസുഖങ്ങൾ കുട്ടികളൊക്കെ ഉണ്ട്, മരുന്ന് കഴിക്കുന്ന കുട്ടികൾ. ഒരു കൂട്ടം ചെറുപ്പക്കാർ പറഞ്ഞു, മൗലവി അവരുടെ ചെലവ് മരുന്ന് ഞങ്ങൾ ഏറ്റെടുത്തോളം പറഞ്ഞു. ഒരു 10 കുട്ടികളുടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കുള്ള മരുന്നുകൾ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ കുട്ടികൾക്ക് മരുന്നിൻ്റെ സഹായം, മരുന്നുകൾ നിരന്തരമായി ആ ഒരു ചെറുപ്പക്കാരായ ഒരു വിഭാഗം ചെയ്തു കൊടുക്കട്ടെ. ആ കൂട്ടത്തിലൊരു കുട്ടി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. ഞാൻ പറയുന്നത്, അള്ളാഹു എനിക്ക് 3 മക്കളെ തന്നിട്ടുണ്ട്, ഒരു 3ാമത് ഒരെണ്ണം വരെ. ഞാൻ ആലോചിക്കുന്ന ഒരു പോറൽ പോലും നമ്മുടെ മക്കൾക്ക് അള്ളാഹു തന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെയുള്ള സ്ഥാപനങ്ങളും ആളുകൾ കാണുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ നമ്മൾ ശരിക്കും വിലമതിക്കണം. അള്ളാഹുവിനോട് തിരിച്ച് നന്ദിയുള്ളവരാണ് നമ്മൾ. അതേപോലെ തന്നെ മറ്റുള്ളവരെ പ്രാർത്ഥന കൊണ്ടും സഹായങ്ങൾ കൊണ്ടും സഹകരണം കൊണ്ടും നമ്മൾ ഓർക്കുകയും വേണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല, ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതരായി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഇനി കയ്യിൽ കരുത്. നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ മാസം ഒരു കുട്ടിക്ക് വേണ്ടിയൊക്കെ 3500 രൂപ മാസം അയക്കുന്ന ആളൊക്കെ ഉണ്ട്. എനിക്കറിയാം, നമ്മുടെ പള്ളി ബന്ധപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം വഖഫ് ചെയ്തു. എന്നോട് ഓർമ്മ, എനിക്ക് 35 തരാൻ കഴിയുന്നില്ല അവരുന്നായിട്ട്, എനിക്ക് ഓരോ മാസമാണെങ്കിൽ 4000 രൂപ വെച്ച് ഞാൻ തരാം. അദ്ദേഹത്തിൻ്റെ മക്കളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെ ഇത് എന്ത് ചെയ്യണം, ആ അക്കൗണ്ടിലേക്ക്, കോളേജിൻ്റെ അക്കൗണ്ടിൽ അയച്ചു കൊടുക്കണം. ഇന്നും അയക്കും അദ്ദേഹം. ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ കണക്കെടുത്തതുപോലെ കൊണ്ടുപോയി കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളെ കയ്യിൽ കരുതിയിട്ടൊന്നും ഇല്ലാണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പർ ചോദിച്ചാൽ അവിടെ കിട്ടും. നിങ്ങളത് നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൻ്റെ അക്കൗണ്ടും ഡീറ്റെയിൽസുകളും കാര്യങ്ങളും GPay ഒക്കെ ഞാൻ അയച്ചുതരാം. നിങ്ങൾ അതിനോട് സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായി ആവശ്യപ്പെടണം. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ ആത്മാർത്ഥമായി ഇത്തരം നല്ല സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ക്ഷമയും പ്രതിഫലവും മോചനവും മുക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും അള്ളാഹു കബൂലായി നമ്മളിൽ സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഹസനാത്തിൻ്റെ പട്ടികയിൽ അള്ളാഹു അതെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് എല്ലാ പാപക്കറകളെയും കഴുകി വൃത്തിയാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, ഇണകളോടൊപ്പം, മക്കളോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളെയും മക്കളെയും അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തീർക്കുമാറാവട്ടെ.
ദുനിയാവിൽ അവരെ ഇണക്കി തന്നതുപോലെ നാളെ സ്വർഗത്തിലും അള്ളാഹു അവരെ നമുക്ക് ഇണക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കി തീർക്കുമാറാവട്ടെ. അള്ളാഹു ദുനിയാവിലും നാളെ പ്രലോകത്തും കൺകുളിർമ നൽകി നമ്മുടെ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.